So, Brazil versus Japan, the one of the best blockbuster in this World Cup. ഈ ഒരു വേൾഡ് കപ്പിൽ നടന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചാണ് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാർലോ ആൻസലോട്ടി, ദ ഡോൺ കാർലോ ഈസ് ദ കിങ് ഓഫ് ടാക്ടിക്സ്, ദ കിങ് ഓഫ് മാനേജ്മെൻറ്റ്, ദ കിങ് ഓഫ് കോച്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ 5 ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ച, റയൽ മാഡ്രിഡിനെ പല ലെജൻഡറി സ്ഥലത്തും എത്തിച്ച AC മിലാൻ്റെ പ്ലെയർ ആയിട്ടുള്ള കാർലോ ആൻസലോട്ടി ബ്രസീൽ ആദ്യമായിട്ടാണ് ഒരു ഫോറിൻ കോച്ചിനെ സൈൻ ചെയ്യുന്നത്. അതായത് ബ്രസീലിൽ നിന്നല്ലാത്ത ഒരു കോച്ചിനെ ബ്രസീൽ ആദ്യമായിട്ട് സൈൻ ചെയ്യുന്നത് കാർലോ ആൻസലോട്ടിയാണ്. എന്തിനാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് ബ്രസീൽ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടി. ഹീ ഈസ് എ മാൻ ഹൂ ക്യാൻ ഹാൻഡിൽ ദ പ്ലേയേഴ്സ് പ്രഷർ ഓൺ ബിഗ് മാച്ച്, ബിഗ് നോക്കൗട്ട് മാച്ചസ്. അതാണ് ബ്രസീലിന് വേണ്ടത്. ഓക്കെ, നോക്കൗട്ട് മാച്ചസിൽ പലപ്പോഴും ഇൻക്ലൂഡിങ് ചെറിയ ടീം വരികയാണെങ്കിൽ പോലും ചില സമയത്ത് ബ്രസീൽ അങ്ങോട്ട് പ്രഷറിലാവുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഒരു ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ലാസ്റ്റ് 3-4 വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ ബ്രസീൽ ഒരു ഗോൾ കൺസീഡ് ചെയ്തിട്ട് പിന്നെ മാച്ച് വിജയിച്ചത് വളരെ ചാൻസ് കുറവാണ്. പെനാൽറ്റീസിലോട്ടാണ് പോയിട്ടുള്ളത്. ബ്രസീലിൻ്റെ അധികം യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ പെനാൽറ്റി വരുന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് പോവാറുമാണ് പതിവ്. ക്രൊയേഷ്യക്കെതിരെ നമ്മൾ ഓൾറെഡി 2022 വേൾഡ് കപ്പിൽ കണ്ടു. അത്രയും കിഡ്ലൻ ടീമായിട്ടും ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റീസിൽ നമ്മൾ പരാജയപ്പെട്ടു ബ്രസീൽ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനാണ് ഡോൺ കാർലോയെ കൊണ്ടത്. ജപ്പാനെതിരെ ജപ്പാൻ വാസ് എ വെരി 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 ഡേഞ്ചറസ് ടീം. ഇറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ ഡോൺ കാർലോ അപ്പുറത്തുനിന്ന് പറയാം, മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിലെ ഡയലോഗില്ലേ, ജപ്പാൻ, അത് താൻ ഡോൺ കാർലോ പറഞ്ഞത്. അപ്പുറത്ത് ജപ്പാൻ്റെ കോച്ച് അവിടെ ഓരോ നോട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുക, ബ്രസീലിനെ എങ്ങനെ തീർക്കാം. എല്ലാ മാച്ചിലും പുള്ളി ചെയ്യുന്ന കാര്യം തന്നെ കേട്ടോ. ആ ഒരു ബ്രസീലിനെതിരെയുള്ള മാച്ച് മാത്രമൊന്നുമല്ല, ഓരോ ടാക്ടിക്സും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഡോൺ കാർലോ അവിടെ അപ്പുറത്ത്, പുള്ളി ഇവിടെ പേപ്പറിൽ എഴുതുന്ന പുള്ളി അവിടെ മനസ്സിൽ കണ്ടു. ഹി വാസ് ജസ്റ്റ് ഡൺ ദാറ്റ് ഇൻ സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറയട്ടെ, ബ്രസീലിൻ്റെ കയ്യിലാണ് പൊസഷൻ ഉള്ളത്, ബ്രസീലിൻ്റെ കയ്യിലാണ് പാസിംഗ് കംപ്ലീഷൻ ഉള്ളത്, ബ്രസീലിൻ്റെ കയ്യിലാണ് പാസിംഗ് അക്യൂറസി ഉള്ളത്. ബട്ട് ജപ്പാൻ വാസ് ലിറ്ററലി, അവരുടെ കയ്യിൽ കുറച്ച് പൊസഷനിൽ ഉള്ളെങ്കിലും ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിന് ചില സമയത്ത് അങ്ങോട്ട് ഒരു ബ്രീച്ചിങ് ഉണ്ട്. എൻ്റെ മോനെ, അവരുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 3-4-3 ഫോർമേഷനാണ്. 2 വിങ് ബാക്ക് ഉണ്ട്. അവന്മാർ അറ്റാക്കിലുണ്ട്, ഡിഫൻസിലുണ്ട്. ജപ്പാൻ്റെ അറ്റാക്ക് ബ്രസീലിയൻ ഓഡിയൻസിന് എന്തായാലും മറക്കില്ല, ശ്രദ്ധിച്ചാൽ മതി. അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 7 പേര് 6 പേര് അവിടെ ഉണ്ടാവും. അവർ ഡിഫൻസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു ലൈൻ ഉണ്ടാവും 6 പേരുടെ. ഇതെന്ത് സംഭവിക്കുന്നത്? അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 6-7 പേരുണ്ട്, ഡിഫൻസ് ചെയ്യുന്ന സമയത്ത് അവർ 6-7 പേരുണ്ട്. അതായത് ബ്രസീൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 6-7 പേരുണ്ട്. ലിറ്ററലി ഫസ്റ്റ് ഹാഫിൽ വിനീഷ്യസ് ജൂനിയർ വാസ് ലിറ്ററലി ബ്ലോക്ക്ഡ്, അല്ലെങ്കിൽ ട്രാപ്ഡ് ഇൻസൈഡ് എ ലോക്ക് എന്ന് പറയേണ്ടി വരും. അത്രയും വലിയൊരു ടാക്ടിക്സ് ആണ് വിനീഷ്യസ് ജൂനിയറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ജപ്പാൻ്റെ ഒരു കോച്ച് അവിടെ എടുത്തത്. അപ്പോൾ വിനീഷ്യസ് ജൂനിയറിലൂടെ മെയിൻ ക്രിയേറ്റീവ് കാര്യങ്ങൾ വരുന്നത്. മാത്യൂസ് കുഞ്ഞ വാസ് ഷോട്ട് അടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, 2 ഷോട്ട് അടിച്ചു, പക്ഷേ അത് ഗ്രൗണ്ട് ഷോട്ടാണ് പോയത്. ജപ്പാൻ്റെ സുസൂക്കി എന്ന് പറഞ്ഞ ഗോൾ കീപ്പറിന് വളരെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോളുകളാണ് മാത്യൂസ് കുഞ്ഞ അടിച്ചത്. ഓക്കെ, പിന്നെ റയാൻ നല്ല റയാൻ, എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ കുറേ പേര് അത് എനിക്ക് മിസ്റ്റേക്ക് തിരുത്തി തരുന്നത് കണ്ടു. ആബ്സല്യൂട്ട്ലി റെസ്പെക്ട് ഫോർ യു. റയാൻ റൈറ്റ് വിങ്ങിൽ കുറച്ച് മോശമായിരുന്നു. ഓക്കെ, അറ്റാക്കിങ്ങിൽ കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഹാഫിൽ ബ്രസീൽ മോശമായിരുന്നു. ഇറ്റ്സ് എ ഫാക്ട്. ബ്രസീലിൻ്റെ ലൈനപ്പിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകും. ആദ്യം എൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ, വേൾഡ് കപ്പ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ബ്രസീലിയൻ ലൈനപ്പ്. ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബക്കർ, ഗബ്രിയേൽ മഹല്ലസ്, മാർക്കിനിയോസ് ആണ് ഡിഫൻഡേഴ്സ് ഉള്ളത്. ലെഫ്റ്റ് ബാക്കിൽ ഡഗ്ലസ് സാന്റോസ്, റൈറ്റ് ബാക്കിൽ ഡാനിലോ. 2 മിഡ്ഫീൽഡേഴ്സ് ബ്രൂണോ ഗുയിമറസും കസമീറോയും. നമ്പർ 10 റോളിൽ ലുക്കാസ് പക്കറ്റ്, ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ, റൈറ്റ് വിങ്ങിൽ റയാൻ, സ്ട്രൈക്കറായിട്ട് മാത്യൂസ് കുഞ്ഞ. മാത്യൂസ് കുഞ്ഞ നമുക്ക് ഓൾറെഡി അറിയാം, ഹീ ഈസ് നോട്ട് എ പ്രോപ്പർ സ്ട്രൈക്കർ, ഹീ ഈസ് എ സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ. പുള്ളി ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കറാണ്. ബട്ട് ബ്രസീലിൽ പുള്ളി ഒരു പ്രോപ്പർ സ്ട്രൈക്കറിൻ്റെ റോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇതുവരെ നടത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി കാൻ ഡു ഇൻ ദ ഫസ്റ്റ് ഹാഫ് അഗെയിൻസ്റ്റ് ജപ്പാനെതിരെ ഫസ്റ്റ് ഹാഫിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് ആൻസലോട്ടി അങ്ങനെ പറ്റാത്തവരെ അബ്സല്യൂട്ട്ലി ആ മാച്ചിൽ ഫോം അല്ലാത്തവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഗബ്രിയേൽ മാർട്ടിനലിനെ ഫീൽഡിലോട്ട് കൊണ്ടുവന്നത്. ഗബ്രിയേൽ മാർട്ടിനലിനെ ഫീൽഡിലോട്ട് കൊണ്ടുവന്നതിന് വേറെയും ടാക്ടിക്സ് ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ലേറ്റർ ഓൺ ഞാൻ പറയാം. ഫസ്റ്റ് ഹാഫിൽ ലിറ്ററലി ഈ ഒരു 11 പേര് ഓപ്പോസിറ്റുള്ള ടീമിൻ്റെ, ജപ്പാൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവർ 3-4-3 എന്നുള്ള ഫോർമേഷനിലാണ് അവർ കളിക്കുന്നത്. അവരുടെ 2 വിങ് ബാക്സും അവിടെയുണ്ട്, അറ്റാക്കിലുണ്ട്, ഇവിടെയുണ്ട്. ദേ ആർ വെരി സ്പീഡി പ്ലേയേഴ്സ്, ആൾസോ ദേ ആർ വെരി ഫിസിക്കൽ. അവർ ലിറ്ററലി ബ്രസീലിൻ്റെ ചില സമയത്ത് ബ്രസീലിലെ കസമീറോൻ്റെ കയ്യിൽ നിന്നൊക്കെ ഫസ്റ്റ് ഹാഫിൽ നല്ല പോലെ മിസ് പാസുകൾ വരുന്നുണ്ടായിരുന്നു. ലൂക്കാസ് പക്വേറ്റ
പക്വറ്റിൻ്റെ കാര്യം ഒരു കാര്യം പറയുന്നത്, പക്വറ്റ സ്വന്തം ടീമിൽ നിന്ന് അടികൊണ്ട് പരിക്കേറി പോയ ഒരാളാണ്. ബ്രൂണോ വ്യൂമേഴ്സിൻ്റെ അവരടി, കസമീറോൻ്റെ ഒരു ടൈൽ, ഇതെല്ലാം പക്വറ്റയാണ് കൊണ്ടത്. സോ പക്വറ്റ ഈസ് ആൾസോ ലിറ്റിൽ ബിറ്റ് കുറച്ച് മിസ് പാസുകൾ പുള്ളി കൊടുക്കുന്നുണ്ട്. സോ ബ്രസീൽ ഈ മിസ് പാസ് കൊടുക്കുന്നത് ജപ്പാൻ ഈസ് ടേക്കിംഗ് റിയലി വെരി ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ജപ്പാൻ ആ ഒരു കാര്യം എടുക്കുന്നത്. അങ്ങനത്തെ ഒരു മിസ് പാസ് ഇല്ല. റയാൻ്റെ ഒരു മിസ് പാസിലാണ് സാനോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചങ്ങായി സെൻറ്ററിൽ നിന്ന് കൊണ്ടുപോയി ഗബ്രിയേൽ മഹല്ലസിൻ്റെ മുന്നിൽ നിന്നും ഒരു ഷോട്ട് എടുത്തത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ ഈസ് ഗബ്രിയേൽ മഹല്ലസ്. ഈ ഒരു വേൾഡ് കപ്പിൽ ടോപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗബ്രിയേൽ മഹല്ലസ് ആണ്. ആ മഹല്ലസിനെ നോക്കുകുത്തിയൊക്കെ ഉണ്ട് കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ഈ സാനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഒരു ഗ്രൗണ്ട് ഷോട്ട്, ഹാലിസൺ ബക്കർ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ, അങ്ങനത്തെ ഒരാളുടെ ഗ്രൗണ്ട് ഷോട്ട്, പവർഫുൾ ഷോട്ട് ഹാലിസൺ ബക്കറിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഗോളായി. ലിറ്ററലി ഫസ്റ്റ് ഹാഫിൽ ജപ്പാൻ ടേക്ക് എ വെരി ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. ആസ് എ ബ്രസീലിയൻ ഓഡിയൻസ് ഞാൻ പറയാലോ, ടു ബി ഫ്രാങ്ക്, ഞാൻ ആകെ പേടിച്ചു പോയി. ലിറ്ററലി എനിക്ക് ജപ്പാൻ നല്ല പേടിയുണ്ടായിരുന്നു, ഉള്ളതുപോലെ പറയാലോ. ജപ്പാൻ വാസ് ടാക്ടിക്കലി വെരി ഗ്രേറ്റ് ടീം. അവരുടെ വിഷൻ നമുക്ക് ഓൾറെഡി അറിയാം. 2010-2014 അവരൊരു വിഷൻ ഇറക്കിയിരുന്നു. 2050 മുമ്പിൽ അവർ വേൾഡ് കപ്പ് എടുത്തിരിക്കും. ദാറ്റ്സ് എ ഗ്രേറ്റ് വിഷൻ. നമ്മളെ ഇന്ത്യക്കൊന്നും ഇല്ലാത്തൊരു സാധനമാണ്, പേരിന് മാത്രമുള്ള ഒരു സാധനമാണ് വിഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവരതവിടെ പ്രാക്ടിക്കലി ഗ്രാസ് റൂട്ട് ലെവൽ ഫ്രം കിഡ്സ് ടു ദേ ആർ ജസ്റ്റ് ഇംപ്ലിമെൻറ്റഡ് ദാറ്റ്. നമ്മളെ ഇന്ത്യക്ക് ഇല്ലാത്തൊരു സാധനമാണത്. ദാറ്റ്സ് എ റിയാലിറ്റി. ഞാൻ മാത്രമല്ല, എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് പാർട്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ അവർ ഇങ്ങനൊരു പരിപാടി ചെയ്തുകൊണ്ട് ജപ്പാൻ യച്ചാതി കളിക്കുന്നത്. ദേ ഹാവ് പ്ലേയിങ് ആ ഒരു അഡ്വാൻറ്റേജ് എടുത്ത് പല വേൾഡ് ക്ലാസ് പ്ലെയേഴ്സും വേൾഡ് ക്ലാസ് ഡിഫൻഡേഴ്സും അവിടെ ഉണ്ട്. അവരൊക്കെ ലിറ്ററലി ഇവന്മാരുടെ മുന്നിൽ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു ജപ്പാൻ ടീമിൻ്റെ ഔറ എന്ന് പറയുന്നത് എത്രത്തോളമാണ് എന്നുള്ളത്. എനിക്ക് പോർച്ചുഗൽ വന്നാലോ അർജൻറ്റീന വന്നാലോ എനിക്ക് ഇത്രയും പേടിയില്ല. കാരണം പോർച്ചുഗൽ, അർജൻറ്റീന ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ, ബ്രസീലിന് അഗേൻസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വെച്ചാലും തിരിച്ചടിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ബ്രസീലുണ്ട്. അത് ഇവരുടെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണെങ്കിൽ ഇവരുടെ അത്യാവശ്യം അതങ്ങനെയാണ്. പക്ഷേ ജപ്പാനിൽ എനിക്ക് ആ ഒരു വിശ്വാസം കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. കാരണം ഞാൻ അവരുടെ ഈ മാച്ചിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ആകെ ലൈവായി കണ്ടത് ജപ്പാൻ വേഴ്സസ് സ്വീഡൻ മാച്ചായിരുന്നു. പക്ഷേ ഞാൻ ഹൈലൈറ്റ്സ് ജപ്പാൻ വേഴ്സസ് ഹോളണ്ട് കണ്ടു, ജപ്പാൻ വേഴ്സസ് തുനീഷ്യയും കണ്ടു. തുനീഷ്യക്ക് ലിറ്ററലി വായും പൊളിച്ച് നിൽക്കലായിരുന്നു. ഹോളണ്ടിനെതിരെയുള്ള മാച്ച് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവരൊരു ഗോൾ വഴങ്ങ ജപ്പാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫറൻറ്റ്, വെരി വെരി ടഫാണ്, ഭയങ്കര ടഫാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് ഹാഫ് ലിറ്ററലി ബ്രസീലിനെ ഷോക്ക് ചെയ്തു ഈ ഒരു ജപ്പാൻ എന്ന് പറയുന്നത് അവരുടെ കംപ്ലീറ്റ് ടാക്ടിക്സിലൂടെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ബ്രസീൽ ഇപ്പം ഇനി എന്ത് ചെയ്യും. കാർലോ ആൻസലോട്ടിനെ കൊണ്ടുവന്നു, നെയ്മറിനെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കി ഇരുത്തി, നെയ്മറിനെ ഇനി കൊണ്ടുവരേണ്ടി വരും, 1 മാൻ ഷോ ഇറക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. നെയ്മർ അവിടെ സൈഡിൽ വാമപ്പ് ചെയ്യുന്നുണ്ട്. കാർലോ ആൻസലോട്ടി ഹീസ് ഡൂയിങ്, അതായത് നെയ്മർ അങ്ങനെ വാമപ്പ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? 60-70 മിനിറ്റ് ആയാലും നെയ്മർ ഇറക്കുള്ളൂ എന്നുള്ള കാര്യം കാർലോ ആൻസലോട്ടി ബിഫോർ പ്രസ് കോൺഫറൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെയ്മർ എന്തിനാണ് വാമപ്പ് ചെയ്യിപ്പിക്കുന്നത്? ജപ്പാൻ്റെ റൂട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. അവർ ലിറ്ററലി കളിക്കുന്നത് ബേസ്ഡ് ഓൺ ടാക്ടിക്സ് ആണ്. കോച്ച് എന്താണോ പറയുന്നത് ആ ഒരു ടാക്ടിക്സ് വെച്ചാണ് ജപ്പാൻ കളിക്കുന്നത്. സോ അവരെ വഴിതിരിച്ച് വിടാൻ വേണ്ടിയിട്ട് നെയ്മറെ ആ ഒരു വാമപ്പിന് വിട്ടു. സോ ദേ ആർ പ്രിപ്പയറിങ് ലൈക്ക് ദാറ്റ്. അതുപോലെയാണ് അവർ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചേഞ്ച് ചെയ്തത് ആരെയാ? നമ്മുടെ ലൂക്കാസ് പക്കാറ്റിനെ മാറ്റി എൻട്രിക്കിനെ കൊണ്ടുവന്നു. ഒരു സ്ട്രൈക്കറെ, നമ്പർ 10 ഉള്ള ആളെ മാറ്റി സ്ട്രൈക്കറെ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ചെയ്തു? മാത്യൂസ് കുഞ്ഞ നേരെ സപ്പോർട്ടിങ് സ്ട്രൈക്കറായിട്ട് ഇറങ്ങി, എൻട്രിക്ക് അവിടെ സ്ട്രൈക്കറായിട്ടും കളിച്ചു, റയാൻ അവിടെ റൈറ്റിലും കളിച്ചു. സെക്കൻഡ് ഹാഫിൽ പിന്നെ നമ്മൾ ബ്രസീലിനെ കണ്ടത് ദേ ആർ എ ഡിഫറെൻറ്റ് ബ്രസീൽ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രസീലിനെയാണ് നമ്മൾ പിന്നെ അവിടെ ആ ഒരു ഗ്രൗണ്ടിൽ 60-65 മിനിറ്റ് വരെ നമ്മൾ കണ്ടതാ. ലിറ്ററലി ഞാൻ സ്വപ്നം കണ്ട ബ്രസീൽ അതാണ്. അയ്യോ വാട്ട് എ പ്ലേ! തുടക്കം തന്നെ ആരോ ഒരാളുടെ ക്രോസിൽ നിന്നും, ഡാനിലോൻ്റെ ക്രോസ് ആണെന്ന് തോന്നുന്നു, ഒരു ഡാനിലോ ഒരു ക്രോസ് കൊടുക്കുന്നു, ബ്രൂണോ വീമേഴ്സ് ഒരു ഹെഡ് ചെയ്യുന്നു, ജപ്പാൻ്റെ സുസൂക്കി എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ ഇത് സേവ് ചെയ്യുന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റ് അറ്റാക്ക്, ലിറ്ററലി ഗ്രേറ്റ് അറ്റാക്ക്. അത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച്, ആ ഒരു അറ്റാക്കിനെ കുറിച്ച് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് മോനെ മറ്റേ ഗബ്രിയേൽ മഹല്ലസിൻ്റെ ഒരു ക്രോസ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഗബ്രിയേൽ മഹല്ലസിൻ്റെ ഒരു ക്രോസ് വന്നു. കസമീർ അവിടെ ബാക്കിലുണ്ടായിരുന്നു, പുള്ളി ഹെഡ് ചെയ്തു, ഗോൾ. ദാറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഗോൾ, ലിറ്ററലി ഷോക്കിംഗ് ഗോൾ. ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് ഞാൻ ഇത്രയധികം വിവരിച്ച് പറയാൻ കാരണം ദാറ്റ് വാസ് എ പ്യൂർ ഇമോഷൻ ഫോർ ബ്രസീലിയൻ ഓഡിയൻസ്. അത്രയും വലിയൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഗോളായിരുന്നു അത്. ബ്രസീൽ അതുവരെ എൻജോയ് കളിയെ കളിച്ച് അത്രയും ഗെയിമിനെ ഡോമിനേറ്റ് ചെയ്ത ജപ്പാൻ പിന്നെ അവിടെ നിന്ന് വെള്ളം കുടിക്കുക, ബ്രസീലിയൻ പ്ലേയേഴ്സിനെ ഫൗൾ ചെയ്യുക.
അത്ര എന്ത് ടാക്ടിക്സാണ് കാർലോ ആൻസലോട്ടി അവിടെ സെക്കൻഡ് ഹാഫിൽ അവിടെ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. ആരോ ഒരാൾ പറയുന്നത് കേട്ടു, കാർലോ ആൻസലോട്ടി ഈസ് എ മാസ്റ്റർ മാൻ മാനേജിങ്. ഒന്നുമില്ല, നിങ്ങൾ പോവുക, കളിക്കുക, നമ്മൾ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തുന്നു, എൻട്രിക്കിന് ചേഞ്ച് വരുത്തുന്നു, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ലിറ്ററലി പുള്ളി വേറെ ടാക്ടിക്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എന്നാലും പ്ലേയേഴ്സ് പറയില്ലല്ലോ. ആ ഒരു കാര്യവും പറഞ്ഞു വിട്ടു. പിന്നെ നമ്മൾ കണ്ടത്, ഞാൻ പറഞ്ഞല്ലോ കസമീറോൻ്റെ ആ ഒരു ഗോള്, ഞാൻ ആ ഗോള് അടിച്ച സമയത്ത് സെലിബ്രേറ്റ് ചെയ്തതിൽ ഞാൻ കിഡിലിനെ സെലിബ്രേറ്റ് ചെയ്തത്, എനിക്ക് മനസ്സ് തുറന്ന് ഞാൻ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു ഗോളായിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അത് കഴിഞ്ഞ് കസമീറോ ആ ഒരു ഗോൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ വേറെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ആരോ ഒരാളെ ക്രോസിൽ നിന്നും കസമീറോൻ്റെ ഒരു ഫ്ലൈയിങ് ഹെഡർ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ ആയത്? അതെങ്ങനെ ഗോളാവാതിരുന്നത്? അമ്പോ, അത് മറ്റേ ജപ്പാൻ്റെ ഗോൾ കീപ്പർ സുസൂക്കി അത് ഹെഡ് ചെയ്ത് കളയുന്നു. അപ്പം അങ്ങനെയൊക്കെയോ ഡിഫൻഡേഴ്സിൻ്റെ ദേഹത്ത് തട്ടി അത് എങ്ങനെയോ ക്ലിയർ ചെയ്തു. ഞാനത് ഗോളാന്ന് വിചാരിച്ചിരിക്കുക, ഞാൻ തർക്കിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്ത് 2 അർജന്റീനക്കാരെ അവന്മാരാണെങ്കിൽ ജപ്പാൻ്റെ ഒരു ഗോൾ വന്ന സമയത്ത് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബ്രസീലിനെയാണ് ഇഷ്ടം. അപ്പം ഞാൻ വെയിറ്റ് ദിസ് ഈസ് ബ്രസീൽ എന്നുള്ള മൈൻഡിൽ ഞാൻ അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ പേടിച്ചെങ്കിലും പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ബ്രസീൽ തിരിച്ചു വരും എന്നുള്ള കാര്യം. അവരോട് ഞാൻ പറയുന്നുണ്ട്, ഇത് ബ്രസീലാണ്, തിരിച്ചു വരും എന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ ഞാൻ അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക, ഇത് കസമീറിൻ്റെ ഇത് ഗോളാണ്. പക്ഷേ അതിൻ്റെ റിപ്ലൈ കാണിച്ച സമയത്ത് അത് ഗോളല്ല. ദേ ഹാവ് വെൽ ഡിഫെൻഡഡ് ദാറ്റ്. സോ ദെൻ നെക്സ്റ്റ് പിന്നെ ഒരു ബോൾ എൻട്രിക്ക് വിനീഷ്യസിന് കൊടുത്തു. ദാറ്റ് വാസ് എ ലെജൻഡറി റൺ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിനീഷ്യസ് ജൂനിയറിൻ്റെ കയ്യിൽ ബോൾ കിട്ടി. ഫസ്റ്റ് ടച്ച് ത്രൂ ദ ലെഗ്സ് ഓഫ് ദാറ്റ് ഗോൾ സ്കോറർ ഓഫ് ജപ്പാൻ, എന്താ സാധനം അങ്ങനെ എന്തോന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ നടയെ കൂടെ ആ ഒരു ബോൾ ഇട്ടിട്ട് ആ ബോളും കൊണ്ട് ഒരു റണ്ണുണ്ട്. 3-4 ഡിഫൻഡേഴ്സ് ജപ്പാനെ ഡ്രിബിൾ ചെയ്തിട്ട്, ഓഫ്കോഴ്സ് അവരുടെ ഇടയിൽ കൂടെ പോയി എന്നൊന്നല്ലേ പറയുന്നത്, അവരെല്ലാവരും വിനീഷ്യസ് ജൂനിയർ ഫേസ് ചെയ്തിക്കുക. അവരെ ഫേക്ക് ചെയ്തിട്ട് ഒരു ലെഫ്റ്റിലേക്ക് ഒരു കട്ട് ചെയ്തു. റൈറ്റ് ഫുട്ട് കൊണ്ട് തന്നെ ഒരു ഷോട്ട് അടിച്ചു. മോനെ എജാതി അറ്റാക്കാണത്. ആ ഒരു അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുള്ളത്? താഴെ കമന്റ് ബോക്സിൽ ഇടൂ. വാട്ട് എ ബ്യൂട്ടിഫുൾ അറ്റാക്ക്, വാട്ട് എ ബ്യൂട്ടിഫുൾ റൺ ഫ്രം വിനീഷ്യസ് ജൂനിയർ. സുസുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗോൾ കീപ്പർ, ഫിംഗർ ടിപ്പ് സേവ് ഫ്രം ദാറ്റ് ഗോൾ കീപ്പർ. പോസ്റ്റുമ തട്ടി അത് അപ്പുറത്തോട്ട് പോയി. മില്ലിമീറ്റർ വ്യത്യാസത്തിലാണ് അത് പുറത്തോട്ട് പോയത്. ആ ഒരു അറ്റാക്കും ഈ കസമീറോനെ കിട്ടും. ഈ ഒരു അറ്റാക്കും ഞാൻ ലിറ്ററലി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ദാറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് അറ്റാക്ക്. വിനീഷ്യസ് ജൂനിയർ ഡിസേർവ്സ് ദാറ്റ് ഗോൾ. ഹൂ ഈസ് വിനീഷ്യസ് ജൂനിയർ എന്ന് കാണിച്ച ഒരു അറ്റാക്കാണ്. ആ ഒരു മാച്ചിൽ വേറെ ഒരു അറ്റാക്കും വിനീഷ്യസിൻ്റെ അതൊന്നും വല്ലാതെ വന്നിട്ടില്ല, ക്രോസുകൾ ഒഴിച്ച്. കാരണം വിനീഷ്യസ് ജൂനിയർ അത്രയും പൂട്ടിയിട്ടുണ്ടായിരുന്നു ജപ്പാൻ എന്ന് പറയുന്നത്. ഹി വാസ് ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു ബ്രസീലിൻ്റെ കാർലോ ആൻസലോട്ടിൻ്റെ. അത് എല്ലാവർക്കും പരസ്യമായ രഹസ്യമാണത്. അപ്പോൾ ആ വിനീഷ്യസ് ജൂനിയർ ആ അറ്റാക്ക് ഉണ്ടപ്പോൾ ഈ ഡിസേർവ്സ് എ ഗോൾ എനിക്ക് പേഴ്സണലി തോന്നി. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായത് ഗോളാവാത്തത്. സോ ലിറ്ററലി അങ്ങനെ അതും ഗോളായില്ല. അതങ്ങനെ കഴിഞ്ഞു 65 മിനിറ്റിൻ്റെ ഉള്ളിൽ. അപ്പോഴും നെയ്മർ പോരും വിചാരിച്ചിരിക്കുകയാണ്. പിന്നെയും മാത്യൂസ് കുഞ്ഞിനെ മാറ്റി നെയ്മർ വരും എന്ന് വിചാരിച്ചു. അപ്പോൾ മാർട്ടിനെല്ലിനെ കൊണ്ടുവന്നത്. ഇത് എന്താ ആൻസലോട്ടി ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ അവിടെ ഉണ്ട്. പിന്നെ എന്തിനാണ് മാർട്ടിനെല്ലിനെ അവിടെ കൊണ്ടുവന്നത്? വിനീഷ്യസ് ജൂനിയർ ക്രിയേറ്റിംഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രിക്ക് വന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് കിട്ടുള്ളൂ. ആൻസലോട്ടി എന്ത് വിചാരിച്ചു? വിനീഷ്യസ് ജൂനിയറാണ് മെയിൻ ക്രിയേറ്റീവ് സൈഡ്, ലെഫ്റ്റ് വിങ്ങിലാണ് മെയിൻ ക്രിയേറ്റീവായിട്ട് സാധനം വരുന്നത്. സോ ഹീ ഡൺ ദാറ്റ്. വിനീഷ്യസ് ജൂനിയറിന് കുറച്ചും കൂടി സ്പേസ് കൊടുക്കാം. മാർട്ടിനെല്ലിനെ കൊണ്ടുവന്നു 2 ലെഫ്റ്റ് വിങ്. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? ജപ്പാൻ എന്ത് ചെയ്തു? 2 ലെഫ്റ്റ് വിങ്ങിനെ നോക്കേണ്ട അവസ്ഥ വന്നു. എൻട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് സ്ട്രൈക്കർ റോളും ചെയ്യുന്നുണ്ട്, സപ്പോർട്ടിങ് സ്ട്രൈക്കർ റോളും ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. അത് ആ മാച്ച് കണ്ടവർക്കറിയാം. എൻട്രിക്ക് കുറച്ച് പുറകിലോട്ട് ഇറങ്ങിയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2 റോളും ചെയ്യുന്നുണ്ട്. റയാന് റൈറ്റ് വിങ്ങിൽ ഫസ്റ്റ് ഹാഫിൽ 1 ഷോ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ നല്ല കളിയുടെ ബ്യൂട്ടിഫുൾ പ്ലേ ഫ്രം റയാൻ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ മാർട്ടിനെല്ലിനെ കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ കുറച്ചും കൂടിയും സ്പേസ് കിട്ടി. അങ്ങനെ അറ്റാക്കുകൾ വരാൻ തുടങ്ങി. ഒരു 70 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തണുത്തെങ്കിലും 85 മിനിറ്റ് കഴിഞ്ഞാൽ കാർലോ ആൻസലോട്ടിൻ്റെ ടീമിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് റയൽ മാഡ്രിഡ് ഓഡിയൻസിന് വളരെ കൃത്യമായിട്ട് അറിയും. 85 മിനിറ്റിന് ശേഷം എല്ലാവരും ആ ഒരു മാച്ച് ആരും സ്കിപ്പ് ചെയ്യില്ല. എസ്പെഷ്യലി ഓൺ നോക്കൗട്ട് UCL മാച്ചസിൽ ഇൻ റയൽ മാഡ്രിഡ്. ഇൻ ബ്രസീൽ വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് മാച്ചിൽ ഇനി നമ്മളും മിസ് ചെയ്യില്ല 85 മിനിറ്റിന് ശേഷം. പിന്നെ ഒരു അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. ലിറ്ററലി ഫാന്റാസ്റ്റിക് അറ്റാക്ക്. ബ്രൂണോ ഗിമേറസ്, പുള്ളി ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മാച്ചിന് പ്ലെയർ ഓഫ് ദ മാച്ച് കൊടുത്തിട്ടുള്ളത് കസമിറോക്കാണ്. ഫോർ മീ ടുഡേസ് പ്ലെയർ ഓഫ് ദ മാച്ച് ഈസ് ബ്രൂണോ ഗിമേറസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹി വാസ് ഡിസേർവിംഗ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ.
അങ്ങനെ ഒരു ബോൾ എൻട്രിക്ക് ഇങ്ങനെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇവിടെ ഇങ്ങനെ ആ ഒരു ജപ്പാൻ്റെ ബോക്സിൻ്റെ അവിടെ ഇങ്ങനെ കളിക്കുന്നു. ആ ബോൾ മിസ്സാവുന്നു എൻട്രിക്കിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ എൻട്രിക്ക് വിട്ടു കൊടുക്കുന്നില്ല. എൻട്രിക്ക് അവിടെ പ്രഷർ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് ആ ഒരു പ്ലെയറിനെ. അങ്ങനെ ആ പ്ലെയറിൻ്റെ കയ്യിൽ നിന്ന് ആ ബോൾ മിസ്സാവുന്നത് റയാൻ എടുക്കുന്നു. റയാൻ നേരെ അത് ബ്രൂണോ ഗുയിമേഴ്സിന് കൊടുക്കുന്നു. ബ്രൂണോ ഗുയിമേഴ്സ് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് നീങ്ങിട്ട് മാർട്ടിനെല്ലി അവിടെ നിൽക്കുന്നത് കണ്ടു. ഓൺ സൈഡിലാണ്. മാർട്ടിനെല്ലിക്ക് ആ ഒരു ബോൾ കൊടുത്തു. മാർട്ടിനെല്ലിൻ്റെ തൊട്ട് മുമ്പിൽ പിന്നെ ഉള്ളത് ഗോൾ കീപ്പർ സുസൂക്കി എന്ന് പറഞ്ഞുള്ള ഗോൾ കീപ്പറാണ്. ഹി വാസ് ജസ്റ്റ് ടേക്കൺ എ ഷോട്ട് ഫ്രം ബൈ റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ട് എടുത്ത് പോസ്റ്റുമ്പോൾ തട്ടി അകത്തോട്ട് പോയി. വാട്ട് എ മൊമെൻറ്റ് ഫോർ ബ്രസീലിയൻ ഓഡിയൻസ്. ദേ ഹാവ് കംപ്ലീറ്റഡ് ദ റെമോണ്ടാഡ. ആ ഒരു കംബാക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. ജപ്പാനെ നോക്ക്ഡ് ഔട്ട് ആക്കാണ്ട് ഫ്രം വേൾഡ് കപ്പ് എന്നുള്ള കാര്യം ബ്രസീൽ അങ്ങോട്ട് സീൽ ചെയ്തു. ഓഹ് വാട്ട് എ മൊമെൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ ഗ്രേറ്റ് മൊമെൻറ്റ്. ഞാൻ എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത്. സോ ദാറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് മൊമെൻറ്റ് ഫ്രം ബ്രസീൽ. അത് ഡോൺ കാർലോ ടാക്ടിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അങ്ങനെയാണ്. അത് കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൽ അർജൻറ്റീനയും ഈ ഒരു സെയിം മൊമെൻറ്റ് ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടക്കമാണ്. ബ്രസീൽ ഈ ഒരു സീസണിൽ വേൾഡ് കപ്പ് എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ മൈൻഡ് പേഴ്സണലി പറയുന്നത്. സോ ബ്രസീൽ ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. പിന്നെ ബ്രസീൽ ജയിച്ചു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് തൊട്ട മാച്ച് ഞാൻ ആ മാച്ച് ലൈവായി കണ്ടിട്ടില്ല, ഹൈലൈറ്റ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജർമ്മനി വേഴ്സസ് പരാഗ്വേ മാച്ചിൽ ജർമ്മനി പെനാൽറ്റിയിൽ നോക്ക്ഡ് ഔട്ടായി. എന്നെ സംബന്ധിച്ചോളം നല്ല ഹാപ്പിനെസ് ഉണ്ട്. ഉള്ളതുപോലെ പറയാലോ. ജർമ്മനിനെ നമുക്ക് അത്ര വലിയ അവരൊരു അത്ര വലിയ ടീമൊന്നുമല്ല ഈ ഒരു വേൾഡ് കപ്പിൽ. ദാറ്റ്സ് എ റിയാലിറ്റി. മറ്റേ കുർസാവിനായിട്ട് 7-1 ജയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും വലിയ റിസൾട്ടൊന്നും അല്ല. ചിലപ്പോൾ മേ ബി നോക്ക്ഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അത് കുഞ്ഞു ടീമാണെന്നുള്ളത്. ലിറ്ററലി നോക്ക്ഡ് ഔട്ട്, പെനാൽറ്റീസിൽ നോക്ക്ഡ് ഔട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിൽ താൻ്റെ ഒരു ഗോൾ ഡിസലവ് ചെയ്തു. ഒരു ചെറിയ കുഞ്ഞു ഫൗളിന്, മറ്റേ വിനീഷ്യസ് ജൂനിയറിൻ്റെ സ്കോട്ട്ലൻഡിനെതിരെ ഒരു ഫൗള് ഡിസലവ് ചെയ്തില്ല. അതേമാതിരി ഒരു ഫോൾ, ഒരു കോർണറിൽ നിന്നും ഒരു ഹെഡ് ഗോൾ കീപ്പറെ പുഷ് ചെയ്തു എന്ന് പറഞ്ഞൊരു ഡിസലവ് ചെയ്തു. അത് നെഗൽസ്മാൻ മിക്കവാറും അത് ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് തേങ്ങ ഡിസിഷനാണ് ഇതൊക്കെ പറഞ്ഞു കണ്ട് അറിയില്ല. എന്തായാലും പരാഗ്വേ ജയിച്ചിട്ടുണ്ട് പെനാൽറ്റീസിൽ. മാനുവൽ ന്യൂയർ മാക്സിമം ട്രൈ ചെയ്തു ജയിപ്പിക്കാൻ വേണ്ടി. ഒരു സേവൊക്കെ നടത്തി. അവസാനം 2 സേവ് വേണമായിരുന്നു. ആ 2 സേവ് നടത്തി മാനുവൽ ന്യൂയർ. അത് കഴിഞ്ഞിട്ടും പിന്നെയും ജർമ്മനി പ്ലേയേഴ്സ് ഗോളാക്കുന്നില്ല. സോ ലിറ്ററലി ഒരു സാധനം പുറത്തേക്ക് അടിച്ചു വിട്ടു. പരാഗ്വേ ഗോൾ സ്കോർ ചെയ്തു. പരാഗ്വേ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈഡ് ആയി. പരാഗ്വേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം അവർ നോക്കൗട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഗോളൊക്കെ അടിക്കുന്നത്. അപ്പോൾ റൗണ്ട് ഓഫ് 16 ആദ്യമായിട്ടായിരിക്കും അവർ ക്വാളിഫൈ ആവുന്നത്. സോ ലിറ്ററലി ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഗെയിം. അത് കഴിഞ്ഞ് നെതർലൻഡ്സും മൊറോക്കോയുള്ള ഗെയിം കണ്ടിരുന്നു. അതിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ചിൻ്റെ ഒരു റിവ്യൂ പറയാനുള്ളത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ കണ്ടതിന് ശേഷം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. താങ്ക് യു സോ മച്ച്.